ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. സമയം വൈകുന്നേരം 7 മണി. രഹന പൂമുഖത്ത് ഒരു പുസ്തകവും വായിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ മുറ്റത്തേക്ക് 2 ചെറുപ്പക്കാർ വന്നു. എന്താ ഫാസിലെ, നിങ്ങൾ ഈ വഴിക്ക്? രഹന അവരോട് ചോദിച്ചു. ഞങ്ങൾ നിന്നെ കാണാൻ വന്നതാണ്, ഫാസിൽ പറഞ്ഞു. എന്നെ കാണാനോ? അതെ, ഇത്തവണ കേരളോത്സവത്തിൽ നമ്മുടെ ക്ലബിന്റെ പ്രതിനിധിയായി നീ പങ്കെടുക്കണം, കവിതാ രചനയ്ക്ക്, ഫാസിൽ പറഞ്ഞു. രഹന കേരളോത്സവത്തിൽ പങ്കെടുത്ത് കവിത രചിച്ചു. ഫസ്റ്റ് പ്രൈസ് നേടി. റോഡരികിൽ ബസ് കാത്തു നിന്നു. അപ്പോൾ അവളുടെ ഫോണിലേക്ക് മുനീർ വിളിച്ചു. അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ഇയാൾ എവിടെയാ? മുനീർ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കവിതാരചനക്ക് പങ്കെടുക്കാൻ പോന്നതാണ്. എന്നിട്ട് പങ്കെടുത്തോ? ഫസ്റ്റും കിട്ടി. എങ്കിൽ പോകും വഴി ഇവിടെ കയറണം, എനിക്ക് നിന്നെ ശരിക്കൊന്ന് കാണണം. രഹന ബസ്സിൽ നിന്നിറങ്ങി ഗ്രൗണ്ടിലൂടെ നടന്നു. ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ എത്തിയപ്പോൾ മുനീറിനെ കണ്ട് അവന്റെ നേർക്ക് തിരിഞ്ഞു. മുനീർ അവളെ അകത്തേക്ക് ആനയിച്ചു. വാതിൽ അടഞ്ഞു. മുനീർ അവളുടെ സ്പോഞ്ച് പോലുള്ള ശരീരത്തിൽ തലോടി, കവിളിൽ മുത്തി. ചമ്പകപ്പൂവിന്റെ നിറമുള്ള മേനിയിൽ ഒരു പുഴുവിനെ പോലെ അവൻ എഞ്ഞു. രഹന എഴുന്നേറ്റ് മുടിയും വസ്ത്രങ്ങളും ശരിയാക്കി. ഗംഭീരമായിരുന്നു നിന്റെ പെർഫോമൻസ്, കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന രഹനയോട് മുനീർ പറഞ്ഞു. ഇനി എന്നെ തന്നെ കല്യാണം കഴിക്കണേ, രഹന പറഞ്ഞു. തീർച്ചയായും ഇനി നിന്നെ ഞാൻ കല്യാണം കഴിക്കൂ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വേഗം ഇറങ്ങിക്കോ. രഹന പുറത്തേക്ക് നോക്കി. ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി അവിടെ നിന്നിറങ്ങി നടന്നു. രാത്രിയിൽ രഹന തന്റെ റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ ഫോണിലേക്ക് മുനീർ വിളിച്ചു. രഹന ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ഇന്ന് രാത്രി ഞാൻ പോകുകയാണ്, മുനീർ പറഞ്ഞു. പോകുകയെ? എങ്ങോട്ട്? രഹന ചോദിച്ചു. തുടരും. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.